സീതാദേവിയെ അന്വേഷിച്ച് നടക്കവേ ശ്രീരാമചന്ദ്രൻ ശബരിയെ കാണുന്നുണ്ട്. അത് നമ്മളുടെ വിശ്വാസം അനുസരിച്ച് ശബരിമലയിൽ പത്തനംതിട്ടയിലാണ്, അതല്ലാതെ വേറെ എവിടെയെങ്കിലും ആണെന്ന് ഒരു കഥ വരുന്നുണ്ടല്ലോ, അത് ശരിയാണോ? വാൽമീകി രാമായണം അനുസരിച്ചിട്ട് ഈ ശബരിയെ ശ്രീരാമൻ കാണുന്നത് ദണ്ഡകാരണ്യത്തിൽ ആണ്. ഞാൻ വാൽമീകി രാമായണം വായിക്കുമ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി. കാരണം പമ്പയുടെ തീരത്ത് ബാലി, സുഗ്രീവൻ, ഈ മറ്റേ കുരങ്ങന്മാര് ആ ഭരിക്കുന്ന വാനര സ്ഥലത്ത്, വാനര രാജ്യത്ത് ശ്രീരാമൻ എത്തുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നി. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഓ, ശ്രീരാമൻ ശരിക്കും ഇവിടെ നമ്മുടെ കേരളത്തിൽ എത്തിയിരുന്നിട്ടുണ്ടല്ലോ. അപ്പോൾ രാമായണത്തിൽ തന്നെ ഭൂമിശാസ്ത്രത്തിനെ പറ്റി എന്തുകൊണ്ട് എഴുതിക്കൂടാന്നൊക്കെ ഞാൻ ആലോചിച്ചു, ഒരു ലേഖനം. പക്ഷെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ പമ്പാ സരസ്, ഹംപിയില്ലേ കർണാടകയിലെ, ഹംപിയുടെ അടുത്താണ് ഈ പമ്പാ സരസ്. അപ്പോൾ ശരിക്കും വാൽമീകി രാമായണം അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ശബരി ജീവിച്ചിരിക്കുന്നത് ആ പമ്പാ സരസിൻ്റെ ഭാഗത്താണ് എന്ന് വേണം കരുതാൻ. അല്ലാതെ പത്തനംതിട്ട ജില്ലയിലെ ശബരിമലയിലാണ് എന്ന് വാൽമീകി രാമായണം അനുസരിച്ചിട്ട് കരുതാൻ ന്യായമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദണ്ഡകാരണ്യത്തിലാണ്, അത് മാതംഗ മുനിയുടെ ആശ്രമത്തിലാണ് താമസിക്കുന്നത് ശബരി. മാതംഗ മുനിയാണ് ശബരിയുടെ ഗുരു. അപ്പോൾ മാതംഗ മുനി, അത് ഋഷ്യമുഖാചലം ഉണ്ടല്ലോ, ഋഷ്യമുഖാചലമാണ് ആ മേഖല. നമ്മൾ സാധാരണ മലയാളത്തിൽ എഴുതുമ്പോൾ മൂകം ബദ്രം എന്ന് പറയില്ലേ, മൂകം, അങ്ങനെയാണ് ഋഷ്യമൂഖാചലം എന്ന് എഴുതി കാണാറുള്ളത്. തെറ്റാണ്, മുഖം ആണ് ഋഷ്യമുഖ. ഋഷ്യശൃംഖലിലെ ഋഷ്യ തന്നെ, ഈ കൊമ്പുള്ള ജീവി അല്ലേ, ഇതുപോലെ ആകൃതിയുള്ള ഒരു മല, അതാണ് ഋഷ്യമുഖ. അല്ലാതെ മൂകമായിരിക്കുന്ന മല എന്നുള്ള അർത്ഥത്തിലല്ലത്. ഋഷ്യമുഖം, മുഖാചലം എന്നുള്ളതാണ് മല. അപ്പോൾ ഋഷ്യമുഖാചലത്തിൽ നിന്നാണ് വാൽമീകി രാമായണം അനുസരിച്ചിട്ട് വരുന്നത്. അപ്പോൾ മാതംഗമുനിക്ക് പ്രായമായി, ഇവർക്കും പ്രായമായി, വൃദ്ധയായി. ആ സമയത്താണ് അപ്പോൾ ശബരി ഇങ്ങനെ ഭക്തി അർപ്പിക്കുകയാണല്ലോ, മാതംഗമുനിയോടും ഭക്തി, അങ്ങനെ പരിചരിക്കുകയാണ് മുനിയെ. അപ്പോൾ മാതംഗമുനി ഏറ്റവും ഒടുവിൽ സമാധിക്ക് ശേഷം എവിടെയാണോ ചെന്ന് ചേരുക അവിടെ തന്നെ എനിക്കും ചെന്ന് ചേരണം എന്ന് ശബരി ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം മാതംഗമുനിയോട് പങ്കുവയ്ക്കുന്നുമുണ്ട്. അപ്പോൾ മാതംഗമുനി പറയുന്നുണ്ട്, നിനക്ക് മോക്ഷം തരാനായിട്ട് ശ്രീരാമൻ എത്തും ഒരു ദിവസം, ആ രാമസേവ ചെയ്യുക, അങ്ങനെയാണ് നിനക്ക് മോക്ഷമുണ്ടാവുക എന്ന് മാതംഗമുനി പറയുന്നുണ്ട് ശബരിയോട്. അപ്പോൾ ശബരി കുറേ നാൾ, പിന്നെ 13 കൊല്ലം മാതംഗമുനി സമാധിയാവുന്നു. അതിനുശേഷം 13 കൊല്ലം ശബരി ഈ ദണ്ഡകാരണ്യത്തിൽ, ഋഷ്യമുഖാചലത്തിലും ഒക്കെ, പമ്പാ സരസ്, ഇന്ന് കർണാടകത്തിലെ ഹംപി ഇല്ലേ, ഹംപിയുടെ അടുത്തുള്ള തടാകം ആണ് പമ്പാ സരസ്. അല്ലാതെ നമ്മളീ പറയുന്ന പമ്പാ നദി അല്ല. വാൽമീകി രാമായണത്തിൽ പമ്പാ സരസ് ഹംപിക്കടുത്ത്. അപ്പോൾ അവിടെ അതിൻ്റെയൊക്കെ തീരത്തും ഒക്കെ ഈ വടി കുത്തി ആണ് നടക്കുക. എപ്പോഴും പുറത്ത്, ആശ്രമത്തിൻ്റെ പുറത്ത് പോയിട്ട് വടി കുത്തിയിട്ട് ഈ ധാരാളം പഴങ്ങൾ ശേഖരിക്കും. എന്നിട്ട് ശബരി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കടിച്ചു നോക്കും, കയ്പുള്ളതാണോ നോക്കിയിട്ട് കയ്പുള്ളതാണെങ്കിൽ മാറ്റും, നല്ല മധുരം ഏതിനാണ് എന്ന് നോക്കും. എന്നിട്ട് കുറേ ഈ 13 കൊല്ലം കഴിഞ്ഞിട്ട് ശ്രീരാമൻ വരികയാണ്. ശ്രീരാമനോട് അപ്പോൾ ഈ കടിച്ചു നോക്കിയ പഴമാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ലക്ഷ്മണൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ശബരി ശ്രീരാമനോട് പറയുകയാണ്, എനിക്ക് തരാനായിട്ട് എൻ്റെ ഹൃദയം മാത്രമേ ഉള്ളൂ, ഞാൻ ധനികയോ പണക്കാരിയോ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ തരാനൊന്നുമില്ല, വേറെ സ്വത്തും ഒന്നുമില്ല, എൻ്റെ ഹൃദയം മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് പഴമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കടിച്ച് നോക്കിയ പഴം തന്നെ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ലക്ഷ്മണൻ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമൻ പറയുകയാണ്,
ഭക്തിയോടുകൂടി തരുന്നതാണ്. ഭക്തിയോട് കൂടി തരുന്നതിന് രുചി കൂടുതലുണ്ടാവും എന്ന് പറഞ്ഞ് ശ്രീരാമൻ കഴിക്കുകയാണത്. അപ്പോൾ അതല്ലാതെ ശബരി ശ്രീരാമനോട് സഖാവെ നമുക്ക് നഷ്ടപ്പെടാൻ ചങ്ങലകൾ മാത്രം എന്നൊന്നും പറയുന്നില്ല. മാത്രമല്ല ലക്ഷ്മണൻ ജാതിസ്പർദ്ധ കൊണ്ടൊന്നുമല്ല ഇത് കഴിക്കരുത് എന്ന് പറയുന്നത്. വേറെ ഒരാൾ തിന്നതല്ലേ, നമ്മളിപ്പോഴും അത് ചെയ്യാറില്ലല്ലോ, വേറൊരാൾ കടിച്ചത് ഇല്ലേ. അതെ, ആകെ നമ്മൾ കേട്ടിട്ടുള്ളത് സിൽക്ക് സ്മിത കടിച്ച ആപ്പിൾ ലേലം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ കടിച്ചതൊന്നും സാധാരണ ചെയ്യാറില്ല. അപ്പോൾ ഇലകൾ കൊണ്ടുള്ള പാത്രത്തിലാണ് ശബരി ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇലകൾ കൊണ്ട് ഇങ്ങനെ ഉപയോഗമുണ്ടല്ലോ. അപ്പോൾ ശ്രീരാമൻ മരങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്, ഇങ്ങനെ മനുഷ്യർക്ക് പാത്രമാകാൻ കഴിയുന്ന വിധത്തിലുള്ള ഇലകൾ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹവും മരങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സത്യത്തിൽ ഈ പിണറായി വിജയൻ പറഞ്ഞ മറ്റേ ഭഗവത്ഗീതയിലെ 12-ാം അധ്യായം ഉണ്ടല്ലോ, അതെ, ഭക്തി യോഗം. അതെ, സത്യത്തിൽ ആ അധ്യായമല്ലാതെ ഈ ഭക്തി ഉപയോഗിക്കുന്ന കാപട്യക്കാരെ പറ്റിയിട്ട് 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതും 12-ാം അധ്യായം കൂടി കൂട്ടി വായിക്കേണ്ടതാ. മാർക്സിസ്റ്റുകളെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഈ 3-ാമത്തെ അധ്യായത്തിലാണ്. കാരണം അവർ പുറമെ ഭക്തി ഭാവിക്കുകയും ഉള്ളിൽ ഈ ഭൗതിക താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും. അവരാണ് കാപട്യക്കാർ എന്ന് മറ്റേ 3-ാം അധ്യായത്തിൽ എനിക്ക് തോന്നുന്നത് 6-ാമത്തെ ശ്ലോകമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിച്ചേർത്താൽ കൃത്യമായിട്ട് നമുക്ക് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ കഥയൊക്കെ കിട്ടും. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്, അതിൻ്റെ പിന്നിലെ താല്പര്യം എന്ത്. ഭഗവത്ഗീതയിൽ അങ്ങനൊരു വശമുണ്ട്, കാപട്യക്കാരാണ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് 3-ാം അധ്യായത്തിൽ. അപ്പോൾ ഈ ഭക്തിയോഗത്തിൽ പറയുന്ന അത് ഫിലോസഫിക്കലാണല്ലോ. പക്ഷേ ഈ ശബരിയുടെ കഥയിൽ നിന്ന് കിട്ടുന്നത് നവവിധ ഭക്തി ആണ്. 9 തരത്തിലാണ് ഭക്തി എന്ന് ശബരിയുടെ കഥയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് 9 വിധം എങ്ങനെയാന്ന് വെച്ചാൽ, 1 സത്സംഗം. ഇത്തരം കാര്യങ്ങൾ തന്നെ അറിയുന്ന ആളുകളോടുകൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക, സത്സംഗം. കഥാകഥനം, ഇങ്ങനെ കഥകൾ, ആത്മീയ കഥകളുമൊക്കെ പറയുക. ഗുരുസേവ, ഒരു ഗുരുവിനെ സേവിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തുകൊണ്ടിരിക്കുക. കീർത്തനം, ഭജന ഒക്കെ ഇങ്ങനെ പാടുന്ന സംഭവം. പിന്നെ ജപം ഭജന അതൊക്കെ. പിന്നെ സംയമനം, നമ്മുടെ തന്നെ ശോഭിക്കാതിരിക്കുക, കോപിക്കാതിരിക്കുക തുടങ്ങിയ സംയമം. പിന്നെ സന്യാസി സേവ, അത് 7. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഈ ആത്മസംതൃപ്തി ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് കഴിയാം. അതല്ലാതെ അയലത്തുകാരന് ഇത്ര കോടിയുണ്ട്, എനിക്ക് ഇത്ര കോടി വേണം എന്ന് വിചാരിക്കാതെ, സംഗതി ശരിയാണ്, അംബാനിക്ക് 60,000 കോടിയുണ്ട്, പക്ഷെ എൻ്റെ കുടലിൻ്റെ അത്രേ അംബാനിയുടെ കുടലും ഉള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രയാസം തീരും ഇല്ലേ. അതെ, കൂടുതൽ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അംബാനി ആയതുകൊണ്ട്, ഇത്രയല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസം നീങ്ങും മനുഷ്യന്. അപ്പോൾ അങ്ങനെ ആത്മസംതൃപ്തി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. പിന്നെ സമർപ്പണം, ഇതാണ് നവവിധ ഭക്തി എന്ന് പറയുന്നത്, 9 തരത്തിൽ. അപ്പോൾ പിണറായി വിജയനൊക്കെ ഇനി സത്സംഗം തുടങ്ങി 9 പടികൾ കയറാനുണ്ട്. അപ്പോൾ സീതാന്വേഷണത്തിന് പോകുന്ന വഴി ശബരി ആശ്രമത്തിൽ എത്തുന്നു. നമ്മൾ ഈ സ്ഥലമൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ശബരിമലയുടെ ഐതിഹ്യത്തിൽ നെല്ലിക്ക എന്നാണ് പറയുന്നത് ശബരി സൂക്ഷിച്ചിരുന്നത്. അത് കഴിഞ്ഞ് രാമൻ വന്നും മോക്ഷമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ യാഗാഗ്നിയിൽ ശരീരം ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് ശബരി. എന്നിട്ട് അവർ ശരീരം ഉപേക്ഷിച്ചല്ലോ ശബരി, ആ സ്ഥലത്താണ് ശബരിമലയിലെ ഭസ്മക്കുളം എന്നാണ് ശബരിമലയുടെ കഥയിൽ. ഏറ്റവും വലിയ 3-ാമത്തെ കേരളത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ നദിയാണ് പമ്പ. മറ്റേത് പമ്പ സരസ തടാകം. പിന്നെ രാമന് തെക്കോട്ടുള്ള വഴി ശബരി കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. സീതയെ അന്വേഷിക്കാനായിട്ട്
തെക്കോട്ടുള്ള എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് പോകാനുള്ള വഴി ശബരി കാണിച്ചു കൊടുത്തു എന്ന് വാൽമീകി രാമായണത്തിൽ, കേരളം എന്നല്ല തെക്കോട്ട് പോകാനുള്ള വഴി കാണിച്ചു കൊടുത്തു എന്ന്. അവിടെ ആ പമ്പ സരസിൻ്റെ അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ ശബരിയുമായിട്ട് വേണമെങ്കിൽ ശബരിമലയൊക്കെ ബന്ധിപ്പിക്കാവുന്നത് ഈ കേരളത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു എന്നുള്ളിടത്ത് മാത്രമാണ്. അപ്പോൾ ഇവര് ശബരിമലയുടെ ഐതിഹ്യത്തിൽ രാമൻ ഈ സ്ഥലത്ത് ആശ്രമത്തിൽ ഒരു ദിവ്യരൂപം തപസ് ചെയ്യുന്നത് കണ്ടു. ഇതാരാണ് എന്ന് ശബരിയോട് ചോദിച്ചു. അപ്പോൾ ശബരി പറഞ്ഞു, അതാണ് ശാസ്താവ് എന്ന് പറഞ്ഞു. ഇത് ശബരിമലയുടെ ഐതിഹ്യത്തിലുള്ളതാണ്, വാൽമീകി രാമായണത്തിലുള്ളതല്ല. ബിൽനി, ബിലാനി, ശ്രമണ എന്നൊക്കെ പേരുണ്ട് ശബരിക്ക് പുരാണങ്ങളിൽ. ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിൽ ഒരു ശബരി നദിയുണ്ട്. ആ ശബരി നദി ഗോദാവരിയിൽ ലയിക്കുന്നുമുണ്ട്. അപ്പോൾ ശബരി എന്ന് പറഞ്ഞൊരു നദിയും ആ മേഖലയിലുണ്ട്, നമ്മൾ പറയുന്ന ദണ്ഡകാരണ്യ മേഖലയിൽ. കർണാടകയിൽ പമ്പാ നദിയില്ല, പമ്പാ സരസ് ഉണ്ട്, പമ്പാ സരോവരം എന്ന് പറയും. അതൊരു പവിത്ര തടാകമാണ്. ഹംപിക്കടുത്ത് കൊപ്പൽ ജില്ലയിലാണ് അത്. തുംഗഭദ്രയ്ക്ക് തെക്ക്, തുംഗഭദ്ര നദിക്ക് തെക്ക് ഈ തടാകമാണ് രാമായണത്തിലുള്ളത്. തുംഗഭദ്രയുടെ പഴയ പേര് പമ്പ എന്നായിരുന്നു. തുംഗഭദ്രയുടെ പഴയ പേര് എന്ന് പറഞ്ഞാൽ പമ്പ എന്ന് പറഞ്ഞ നദി പണ്ട് ആ പേരിലുണ്ടായിരുന്നു. 5 പവിത്ര തടാകങ്ങളിലൊന്നാണ് ഹംപിക്കടുത്ത പമ്പ. മറ്റ് ഉള്ള 4 മാനസരോവർ, ബിന്ദു സരോവർ ഗുജറാത്തിലെ പത്താനില്, പിന്നെ നാരായൺ സരോവർ അത് ഗുജറാത്തിൽ തന്നെ കച്ചില്, പിന്നെ പുഷ്കർ അത് രാജസ്ഥാനിലെ അജ്മീറിൻ്റെ അടുത്ത്. ഇതാണ് 5 തടാകങ്ങൾ, പവിത്ര തടാകങ്ങൾ. അതിലൊന്നാണ് പമ്പാ സരസ്, കർണാടകയിലെ പമ്പ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ആനഗുണ്ടിയിലേക്കുള്ള വഴിക്കാണ് ഈ പമ്പ കർണാടകയിൽ. ഹംപിയിൽ മാതംഗ പർവ്വതമുണ്ട്, മാതംഗ മുനിയുടെ പേരിൽ. അപ്പോൾ ശബരിയോട് സീതയെ കാണാനും സീതയുടെ കഥ രാമനും ലക്ഷ്മണനും കൂടി സീതയെ കാണാതായ കഥ പറയുന്നതായിട്ട് വാൽമീകി രാമായണത്തിലുണ്ട്. അപ്പോൾ ശബരി പറയുന്നുണ്ട് അവരോട്, ഹനുമാനോടും സുഗ്രീവനോടും സംസാരിച്ചിട്ട് അവരുടെ സഹായം തേടുന്നത് നന്നായിരിക്കും എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ തെക്കോട്ട് ശ്രീരാമൻ സഞ്ചരിക്കുന്നത് എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. ഇതാണ് അപ്പോൾ ശബരിയുടെ കഥ. അപ്പോൾ ശബരിയുടെ 2 തരം ഐതിഹ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും വാൽമീകി രാമായണത്തിലുള്ള ശബരി പത്തനംതിട്ട ജില്ല സ്വദേശി അല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.